ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രംസ് അഥവാ സാമാന്തരികങ്ങളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 182-ലെ 2ാമത്തെയും 3ാമത്തെയും ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം. 2ാമത്തെ ചോദ്യം ഇതാണ്: ഒരു സാമാന്തരികത്തിലെ എതിർവശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങൾക്ക് സമാന്തരമാണ് എന്ന് തെളിയിക്കുക. അതായത് ഒരു പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ മറ്റേ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിന് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം, സാമാന്തരികം അഥവാ പാരലോഗ്രം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഈക്വലും ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. രണ്ടിലും നമ്മൾ ഈ 3 വരകൾ പാരലാന്ന് ഇവിടെ പ്രൂവ് ചെയ്യണം. ഈ 3 വരകൾ പാരലാന്ന് 2ാമത്തെ ഫിഗറിലും പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തെളിയിക്കാനുള്ള ചോദ്യം അഥവാ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ പേര് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ പാരലോഗ്രത്തിന് ABCD എന്ന പേര് കൊടുക്കുകയാണ്. രണ്ട് പാരലോഗ്രം സെയിം പാരലോഗ്രം ആണല്ലോ. ഇനി AB-യുടെ മിഡ് പോയിന്റിന് P എന്നും CD-യുടെ മിഡ് പോയിന്റിന് Q എന്നും പേര് കൊടുക്കുക. ഇവിടെ AD-യുടെ മിഡ് പോയിന്റിന് R എന്നും BC-യുടെ മിഡ് പോയിന്റിന് S എന്നും പേര് കൊടുക്കുക. നമുക്കറിയാം ABCD ഒരു പാരലോഗ്രം അഥവാ സാമാന്തരികമാണ്. അപ്പൊ തന്നെ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ. AB ഈക്വൽ ടു CD ആണ്. പിന്നെന്താണ്? AB പാരലൽ CD ആണ്. പാരലലിന്റെ സിമ്പൽ അറിയാവല്ലോ. AB സമം CD ആണ്. AB CD-ക്ക് സമാന്തരവുമാണ്. പിന്നെ മറ്റേ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് എടുത്ത്, അതായത് AD-യും BC-യും തുല്യമാണ്. AD പാരലൽ BC-യും ആണ്. ഇതെഴുതാമല്ലോ. കാരണം എന്താ? ഇതിന്റെ കാരണം ABCD ഒരു സാമാന്തരികമാണ്, ABCD ഒരു പാരലോഗ്രം ആണ്. ഇനി നമ്മൾ തന്നിരിക്കുന്ന എന്താണ്? AB-യുടെ മധ്യബിന്ദുവാണ് P. P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. അപ്പൊ നമുക്ക് എന്തെഴുതാം? മിഡ് പോയിന്റ് എന്ന് പറയുമ്പം ഈ A മുതൽ P വരെയുള്ള നീളം തന്നെയല്ലേ B മുതൽ P വരെയുള്ള നീളവും അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം AP ഈക്വൽ ടു BP എന്ന് എഴുതാമല്ലോ. കാരണം എന്താ? P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. മലയാളം മീഡിയംകാര് AB-യുടെ മധ്യബിന്ദു ആണ് P എന്ന് എഴുതുക. ഇനി അതേപോലെ തന്നെയല്ലേ Q മിഡ് പോയിന്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ DQ-വും CQ-വും തുല്യമാണ് അല്ലെ? DQ ഈക്വൽ ടു CQ. കാരണം എന്താണ്? Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് CD. CD-യുടെ മധ്യബിന്ദുവാണ് Q എന്ന് മലയാളം മീഡിയംകാർ എഴുതുക. അപ്പൊ എന്ത് കിട്ടും? നമുക്കറിയാവുന്ന എന്താ? AB CD-ക്ക് സമാന്തരമാണ്. ABL തന്നെ കിടക്കുന്നതല്ല AP, അതിന്റെ പകുതിയാന്നല്ലേ ഉള്ളൂ. ഇനി AB CD-ക്ക് സമാന്തരമാവുമ്പം AP DQ-ക്കും സമാന്തരമാണല്ലോ അല്ലെ? അപ്പൊ AP DQ-ന് സമാന്തരമായി. അപ്പൊ AP DQ-ന് സമാന്തരമാകുമ്പോ ഈ ഒരു ഫിഗർ, അതായത് APQD എന്നുള്ളത് ഒരു സാമാന്തരികമായില്ലേ? അപ്പൊ നമുക്ക് എന്തെഴുതാം? APയും DQ-വും പാരലായതുകൊണ്ട്, APയും DQ-വും സമാന്തരമായതുകൊണ്ട് തുല്യവും സമാന്തരവുമാകുമ്പോൾ APQD ഒരു സാമാന്തരികമാണെന്ന് എഴുതാം. അല്ലെങ്കിൽ APQD ഈസ് എ പാരലോഗ്രാം എന്ന് എഴുതാം. Therefore APQD ഈസ് എ പാരലലോഗ്രാം. APQD ഒരു സാമാന്തരികമാണ്. ഒരു സാമാന്തരികമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എതിർവശങ്ങൾ സമാന്തരമാണല്ലോ. അപ്പൊ AD-യും PQ-യും സമാന്തരമാണെന്ന് കിട്ടിയില്ലേ? Therefore AD സമാന്തരമാണ് PQ. ഇനി AD BC-ക്ക് സമാന്തരമാണല്ലോ. കണ്ടോ? AD BC-ക്ക് സമാന്തരമാണ്. അപ്പോ AD PQ-ക്കും സമാന്തരമാണ്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? PQ BC-ക്ക് സമാന്തരമാണ് എന്നെഴുതാം.
പി ക്യു ബി സിക്ക് സമാന്തരമാണ്. പി ക്യു പാരലൽ ബി സി. അല്ലെങ്കിൽ ഇതിനെ ഇത് കണ്ടോ, പി ക്യു രണ്ടിടത്തും വന്നിട്ടുണ്ട്. അപ്പൊ എന്തെഴുതാം? ഒന്നിച്ചെഴുതാം. എ ഡി സമാന്തരമാണ് പി ക്യു സമാന്തരമാണ് ബി സി. എ ഡി പാരലൽ പി ക്യു പാരലൽ ബി സി. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രൂഫ് കഴിഞ്ഞു. ഇനി ഈ ഫിഗർ നോക്കാം. ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇവിടെ എ ബി സി ഡി സെയിം പാരലോഗ്രാം ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ ബി ഈക്വൽ ടു സി ഡി ആണെന്നും എ ബി പാരലൽ സി ഡി ആണെന്നും നമുക്ക് എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ്. അതേപോലെ എ ഡി ഈക്വൽ ടു ബി സി ആണെന്നും എ ഡി പാരലൽ ബി സി ആണെന്നും നമുക്ക് എഴുതാം. കാരണം എന്താണ്? എ ബി സി ഡി സമാന്തരികമാണ്. ഇനി എന്താ തന്നിരിക്കുന്നത്? ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. എ ഡിയുടെ മധ്യബിന്ദുവാണ് 6. അപ്പൊ എന്തെഴുതാം? എ ആറും ആർ ഡിയും തുല്യമാണ്. എ ആർ ഈക്വൽ ടു ഡി ആർ അല്ലെ? കാരണം എന്താ? ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. മലയാളം മീഡിയംകാരെ എഴുതി പൊക്കോണം. എ ഡിയുടെ മധ്യബിന്ദുവാണ് 6. അതേപോലെ എസ് എടുക്കാമല്ലോ. എസും മധ്യബിന്ദു അല്ലേ? അപ്പൊ ബി എസും സി എസും തുല്യമാണല്ലോ. അപ്പൊ ബി എസ് ഈക്വൽ ടു സി എസ്. എന്തുകൊണ്ടാ? എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മധ്യബിന്ദുവാണ് എസ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ആറ് പാരലൽ ബി എസ് ആണല്ലോ. എ ഡി പാരലൽ ബി സി ആണ്. കണ്ടല്ലോ, എ ഡി പാരലൽ ബി സി ആണ്. അപ്പൊ മധ്യബിന്ദുക്കളായതുകൊണ്ട് എ ആറും ബി എസും പാരലൽ ആണല്ലോ. എ ആർ പാരലൽ ബി എസ് ആണ്. എ ആർ ഈക്വൽ ടു ബി എസും ആണല്ലോ. അപ്പൊ എന്തെഴുതാം? എ ആർ ഈക്വൽ ടു ബി എസ് ആയത് എ ഡിയും ബി സിയും തുല്യമാണ്. അപ്പൊ അതിന്റെ പകുതികളും തുല്യമായിരിക്കും. അപ്പൊ എന്തെഴുതാം? എ ആർ എസ് ബി ഇസ് എ പാരലോഗ്രാം. എ ആർ എസ് ബി ഈസ് എ പാരലോഗ്രാം. അഥവാ എ ആർ എസ് ബി ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് എഴുതാം. ഒരു സാമാന്തരികത്തിന്റെ പ്രത്യേകത എന്താണ്? എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അപ്പൊ എതിർവശങ്ങളല്ലേ എ ബിയും ആർ എസും അത് സമാന്തരമായി കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്തെഴുതാം? therefore എ ബി പാരലൽ ആർ എസ്. ഇനി അതേപോലെ തന്നെ എ ബി സി ഡിക്ക് പാരലൽ ആണല്ലോ. ഉണ്ടല്ലോ, എ ബി സി ഡിക്ക് പാരലാണല്ലോ. അപ്പൊ ആർ എസിനും പാരലൽ ആയിക്കോളുമല്ലോ. therefore ആർ എസ് പാരലൽ സി ഡി അല്ല. ഇത് ഒന്നിച്ച് രണ്ടിടത്തും ആർ എസ് വന്നിട്ടുണ്ടല്ലോ. ഒന്നിച്ച് എഴുതുമ്പോ എ ബി പാരലൽ സി ഡി പാരലൽ ആർ എസ് എന്ന് എഴുതാമല്ലോ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമില്ല. ഓർഡറിലൊന്നും പ്രശ്നമില്ല. അപ്പൊ ആ 3 വരകൾ സമാന്തരമാണ് നമുക്ക് കിട്ടി. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ചിത്രത്തിൽ ഒരു സാമാന്തരികവും അതിന്റെ എതിർവശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച വരകളുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ വരകൾ പരസ്പരം സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. രണ്ടാമത്തെ, ഈ വരകളുടെ ഇടയിലെ ഒരു കോൺ സാമാന്തരികത്തിന്റെ വശങ്ങൾക്കിടയിലെ കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. അതായത് ഈ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന വരകളാണ് ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് ആ ഗ്രീൻ കളേർഡ് ലൈൻസ് ബൈസെക്ടേഴ്സ് ആണ് കാണിക്കണം, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയും നേരത്തെ ചെയ്ത പോലെ പേര് കൊടുക്കാം. പാരലോഗ്രത്തിന് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. മിഡ് പോയിന്റ്സ് പി ക്യു ആർ എസ്. ഇവിടെ എ ബി സി ഡി ഒരു സമാന്തരികമാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? എ ബിയും സി ഡിയും തുല്യമാണ്. എ ബി ഈക്വൽ ടു സി ഡി. പിന്നെന്താണ്? എ ബി സി ഡിക്ക് സമാന്തരമാണ്, പാരലൽ ആണ്. ആദ്യത്തെ പോയിന്റ് അത് എഴുതാം അല്ലെ. ഇനി ആ എ ബിയിലും സി ഡിയിലും കിടക്കുന്ന മിഡ് പോയിന്റ്സ് ആണ് പിയും ക്യൂവും ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ പി ഈക്വൽ ടു ഡി ക്യു ആൻഡ് എ പി പാരലൽ ഡി ക്യു ആണെന്ന് എഴുതാം. കാരണം പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് ക്യു ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി. മലയാളം മീഡിയംകാര്
എ ബിയുടെ മധ്യബിന്ദുവാണ് പി എന്നും സി ഡിയുടെ മധ്യബിന്ദുവാണ് ക്യൂ എന്നും എഴുതുക. ഇനി എ മുതൽ പി വരെയുള്ളതല്ലേ നമ്മൾ എടുത്തത്, അതേപോലെ തന്നെ പി മുതൽ ബി വരെയുള്ളത് എഴുതാവല്ലോ. അപ്പോൾ പി ബി ഈക്വൽ ടു ക്യൂ സി എന്ന് എഴുതാമല്ലോ. പി ബി ഈക്വൽ ടു ക്യൂ സിയുമാണ്, പി ബി പാരലൽ ക്യൂ സിയുമാണല്ലോ. ഇനി അതേപോലെ എ ഡി ബി സിക്ക് ഈക്വൽ ആണല്ലോ, പാരലോഗ്രാം ആയതുകൊണ്ട് എ ഡി ഈക്വൽ ടു ബി സി ആൻഡ് എ ഡി പാരലൽ ബി സി ആണ് ആണല്ലോ. ഇതിൽ നിന്ന് ഇനി എ ഡിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്സ് ആരൊക്കെയാ? ആറും എസും. അപ്പൊ എ ആർ ഈക്വൽ ടു ബി എസ് ആണല്ലോ. എ ആർ ഈക്വൽ ടു ബി എസ് ആണ്, എ ആർ പാരലൽ ബി എസ് ആണ്. അതേപോലെ ആർ ഡി ഈക്വൽ ടു എസ് സി ആണ്, ആർ ഡി പാരലൽ എസ് സിയുമാണ്, സമാന്തരവുമാണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ റീസൺ എന്താണ്? ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. എ ഡിയുടെ മധ്യബിന്ദുവാണ് ആറ്, പിന്നെ ബി സിയുടെ മധ്യബിന്ദുവാണ് എസ്. എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാല് എ ബിയും സി ഡിയും വെച്ചിട്ട്, രണ്ടാമത്തെ പാർട്ട് എ ഡിയും ബി സിയും വെച്ചിട്ട്. അപ്പൊ ഇതിൽ നിന്ന്, ഈ രണ്ട് കേസിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ നടുക്കത്തെ പോയിന്റ്, മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ഒ എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പൊ നോക്കിക്കേ, എ പി ഡി ക്യൂന് ഈക്വൽ ആണ്, പാരലൽ ആണ്. അപ്പൊ ഇങ്ങനെ വരച്ചിരിക്കുന്നതാ ഇതൊരു പാരലോഗ്രാമായി. ഇങ്ങനെ നീളത്തിൽ വരച്ചിരിക്കുന്നത് ഒരു പാരലോഗ്രാമായി, സാമാന്തരികമായി. അതേപോലെ ഇങ്ങോട്ട് നീളത്തിൽ എടുക്കുന്നതും സാമാന്തരികമായി, ഇങ്ങോട്ട് നീളത്തിൽ എടുക്കുന്നതും സാമാന്തരികമായി ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് മിഡ് പോയിന്റ് ആയിട്ട് കിട്ടുകയില്ല, കാരണം ഇതേ നീളം തന്നെയാകും ആർ ഒ, അതേ നീളം തന്നെയാകും ബി ക്യു. ഇനി പി ബിയുടെ അതേ നീളം തന്നെ എസ് ഒയ്ക്കും വരും, അതേ നീളം തന്നെ ക്യൂ സിക്കും വരും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ആർ എസ് എന്ന് എഴുതാം. അതേപോലെ ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യൂ എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ ആർ ഒ ഈക്വൽ ടു എസ് ഒ എന്ന് എഴുതാം. ആർ ഒയും എസ് ഒയും തുല്യമാണ്. അതേപോലെ പി ഒയും ക്യൂ ഒയും തുല്യമാണ്. അതായത് സമഭാഗം ചെയ്യുന്നു, കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് എഴുതാമല്ലോ. Therefore, PQ and RS bisects at O. ഓയില് കട്ട് ചെയ്യുന്നു എന്നെഴുതാമല്ലോ. ഇനിയിപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഭാഗം എന്താണ്? ഈ ചുവന്ന കളറിലെ രണ്ട് ആംഗിളുകൾ തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം, രണ്ട് കോണുകൾ തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഈ നാലായിട്ട് മുറിച്ചിട്ടുണ്ട്, ആ ഓരോന്നും പാരലോഗ്രാമാണ് അല്ലെ. ഓരോന്നും പാരലോഗ്രാം ആവുമ്പോൾ നോക്കിക്കേ, ഈ കോണിന്റെ അളവ് തന്നെയല്ലേ ഇവിടെ വരുന്ന ആ കോണിന്റെ അളവ്. ഒരു സാമാന്തരികത്തിന്റെ എതിർകോണുകൾ തുല്യമാണ്. പിന്നെ കോണുകൾക്ക് ഞാൻ ഓരോ പേര് കൊടുക്കുക, നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഒന്നാമത്തെ കോണ്, അതായത് ഇതിന്റെ അളവ് 1 ഡിഗ്രി എന്നല്ല, ഇത് രണ്ടാമത്തെ കോണ്. അപ്പൊ 1ഉം 2ഉം തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. രണ്ടാമത്തെ ആൻസർ ആണ്. കോൺ 1ഉം കോൺ 2ഉം തുല്യമാണ്. നമ്മൾ പേര് കൊടുത്തിരിക്കുന്നതാണ് 1ഉം 2ഉം. കാരണം എന്താ? 1ഉം 2ഉം തുല്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. ഒരു സാമാന്തരികത്തിന്റെ എതിർകോണുകൾ തുല്യമാണെന്ന് മലയാളം മീഡിയംകാർ എഴുതുക. ഇനി നോക്കിക്കേ, ഈ പച്ച കളറിലെ 2 വരകൾ, ആ 2 വരകളും എക്സ് ഷേപ്പിലാണല്ലോ കിടക്കുന്നത്. എക്സ് ഷേപ്പിൽ കിടക്കുമ്പം അതിന്റെ എതിർകോണുകൾ തുല്യമാണല്ലോ. അപ്പം ഇതിനെ നമുക്ക്, ഈ രണ്ടാമത്തെ ചുവന്ന കോണിനെ നമുക്ക് 3 കൊടുക്കാം. അപ്പം ആംഗിൾ 2ഉം ആംഗിൾ 3യും തുല്യമായി അല്ലെ. ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർ കോണുകളാണ് ഈ ആംഗിൾ 2ഉം ആംഗിൾ 3യും. അപ്പൊ 1 2നോട് തുല്യമാണ്, 2 3നോട് തുല്യമാകുമ്പോൾ 1 3നോട് തുല്യമായില്ലേ. Therefore ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3 കിട്ടിയില്ലേ. അതായത് ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 കോണുകളും തുല്യമായില്ലേ.
അപ്പോൾ ആ പ്രൂഫും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്യാം. 5ാമത്തെ ചോദ്യം ഇതാണ്: ഒരു സാമാന്തരികത്തിന്റെ വികർണങ്ങൾക്ക് ഒരേ നീളമാണെങ്കിൽ അതൊരു ചതുരമാണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഫിഗർ ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അതൊരു റെക്ടാംഗിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു പാരലോഗ്രാം വരയ്ക്കുകയാണ്. റെക്ടാംഗിൾ ഷേപ്പിൽ വരച്ചാൽ മതി. ഞാൻ ഇവിടെ റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട്, അതിന്റെ ഡയഗണൽസും വരച്ചിട്ടുണ്ട്, വികരണങ്ങൾ പച്ച കളറിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് പേര് കൊടുക്കുകയാണ് ABCD എന്ന് പേര് കൊടുക്കുകയാണ്. അതായത് AC-യും BD-യും ആണ് ഡയഗണൽസ് അഥവാ വികരണങ്ങൾ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? ABCD is a parallelogram എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചതുരം അഥവാ റെക്ടാംഗിൾ എന്ന് പ്രൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? അതിലെ ഒരു ആംഗിള് 90 ഡിഗ്രിയാന്ന് കിട്ടിയാൽ ആദ്യം. അപ്പൊ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ത്രികോണങ്ങൾ ADC, അതായത് ത്രികോണം ADC-യും ത്രികോണം BCD-യും ആണ്. BCD ത്രികോണങ്ങൾ മനസ്സിലായോ? ADC ഈ ത്രികോണവും രണ്ടാമത്തെ ത്രികോണം BCD ഈ ത്രികോണം. ഇനി ഇതൊരു പാരലോഗ്രാം ആണല്ലോ, ABCD ഒരു പാരലോഗ്രാം ആണല്ലോ. അപ്പൊ AB = CD ആണ്, AB പാരലൽ CD ആണ്. പിന്നെ AD = BC അല്ലേ? AD = BC ആണ്, AD പാരലൽ BC-യും ആണ്. ഈ കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി ഈ രണ്ട് ത്രികോണങ്ങളിൽ തുല്യമായി വന്ന വശങ്ങളോ കോണുകളോ ഏതൊക്കെയാണോ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ AD-യും BC-യും തുല്യമാണ്, കണ്ടില്ലേ? അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയിട്ട് AD = BC എന്ന് എഴുതാവല്ലോ. കാരണം ABCD ഒരു പാരലോഗ്രാം ആണ്, ഒരു സാമാന്തരികമാണ്. ഇനി ഈ CD എന്ന വശം രണ്ടിനും പൊതുവായിട്ടുള്ളതല്ലേ? CD = CD. അത് കോമൺ സൈഡ് ആണല്ലോ, രണ്ട് ത്രികോണങ്ങൾക്കും കോമൺ ആണ്. ഇവിടെ ABCD പാരലോഗ്രാം ആണ്. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വികർണങ്ങൾ തുല്യമാണ്, ഡയഗണൽസ് തുല്യമാണ്. അപ്പൊ ഡയഗണലിന് രണ്ട് പേരെന്താ? AC-യും BD-യും. അത് ഈ ത്രികോണങ്ങളുടെ വശങ്ങളാണല്ലോ. ADC എന്ന ത്രികോണത്തിന്റെ ഒരു വശമാണ് AC, BCD എന്നുള്ള ത്രികോണത്തിന്റെ ഒരു വശമാണ് BD. അപ്പൊ AC = BD എന്ന് എഴുതാം. തുല്യ വികർണങ്ങൾ, മലയാളം മീഡിയംകാർ അങ്ങനെ എഴുതാം, തുല്യ വികർണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ഡയഗണൽസ് തുല്യമാണ് തന്നിക്കൊള്ളുമല്ലോ. അപ്പൊ അതിലെ ഒരു കോണല്ലേ ഈ D മുഴുവനായിട്ട് വരുന്ന ഈ കോൺ. അതേപോലെ ഈ C എന്ന് പറയുന്ന മുഴുവനായിട്ട് വരുന്ന ഇതും ആണല്ലോ. അപ്പൊ കോൺ ADC-യും, അതായത് ആംഗിൾ ADC = ആംഗിൾ BCD എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഇത് 90 ഡിഗ്രിയാന്ന് കിട്ടണം അല്ലെ? 90 ഡിഗ്രിയാന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. ഇനി അതാണ് അടുത്ത സ്റ്റെപ്പ് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ABCD ഒരു സാമാന്തരികമാണ്, ABCD ഒരു പാരലോഗ്രമാണ്. ഒരു പാരലോഗ്രത്തിന്റെ അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക എത്ര? 180 ആണ്. അപ്പൊ സം ഓഫ് ദി അഡ്ജസന്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അതായത് ഇത് രണ്ടും അടുത്തടുത്തല്ലേ കിടക്കുന്നത് ഇപ്പം കണ്ടുപിടിച്ചത്. അതായത് ആംഗിൾ ADC-യും ആംഗിൾ BCD-യും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കണം. കാരണം എന്താ? ABCD പാരലോഗ്രമാണ്. ABCD സാമാന്തരികമാകുമ്പോൾ അതിന്റെ അടുത്തടുത്തുള്ള കോണുകളുടെ തുക 180 ആയിരിക്കും. അപ്പൊ ഓരോന്നും എത്ര വീതം വന്നാലേ 180 ആകത്തുള്ളൂ. ഓരോന്നും തുല്യമാണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നും എത്ര വന്നു? ആംഗിൾ ADC = ആംഗിൾ BCD = 90 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? അപ്പൊ എന്തെഴുതാം? ഇത് രണ്ടും 90 ആകുമ്പോൾ മറ്റേതും രണ്ടും 90 ആയിക്കോളും. അതുകൊണ്ട് എന്തെഴുതാം? ABCD is a rectangle. ABCD is a rectangle അഥവാ ABCD ഒരു ചതുരമാണ് എന്ന് കിട്ടി. നമ്മൾ 6ാമത്തെ ചോദ്യം വരച്ച് കണ്ടുപിടിച്ചു അല്ലെ? വരച്ചപ്പോൾ നമുക്ക് ചതുരമായിട്ട് കിട്ടി. പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പൊ ഇവിടെ അത് തെളിയിച്ചു, നമ്മൾ പ്രൂഫായിട്ട് ചെയ്തു. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് എഴുതി പഠിക്കുക.